പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ തിരുവചന ചിന്തകളുമായി ദൈവമുൻപാകെ താണിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടന വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. സമയം ലഭിക്കുന്നതിനനുസരിച്ച് ദൈവദാസന്മാർക്ക്, ദാസിമാർക്ക്, വിശ്വാസ കുടുംബങ്ങൾക്ക് ഈ തിരുവചന ചിന്തകൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിനും അനുഗ്രഹത്തിനും സകലർക്കും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ചില ആത്മീയ ചിന്തകളാണ് ഞാൻ പറയുവാൻ പോകുന്നത്. പ്രാരംഭമായിട്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മളിങ്ങനെ വായിക്കുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഏക നാമം യേശുക്രിസ്തു എന്ന നാമം മാത്രമാണ്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. ചിന്താവിഷയത്തിലേക്ക് കടക്കാൻ ചില ആത്മീയ ചിന്തകൾ മാത്രം തിരുവെഴുത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങളും തിരുവചന ചിന്തകളും ഒക്കെ ഞാൻ എപ്പോഴും യാത്രയിലായിരിക്കുമ്പോൾ കണ്ടും എടുത്തും വരുന്ന ചില കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അനുഭവത്തിൽ കൂടെ ചില ആലോചനകൾ തരുവാൻ താല്പര്യപ്പെടുന്നു. അത് അനേകർക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒരു വ്യക്തിക്ക് രക്ഷ ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. എല്ലാവർക്കും അതറിയാമെന്നുള്ളതുകൊണ്ട് ആ ഭാഗം. 1 രക്ഷ, 2 മാനസാന്തരം, 3 വീണ്ടും ജനനം. മത്തായി 28:18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ, മർക്കോസ് 16:16-17 വാക്യങ്ങൾ, മത്തായി 3:16-17 വാക്യങ്ങൾ, മത്തായി 3:14 മുതൽ വായിച്ചാലും നല്ലതായിരിക്കും. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പറയുന്നു. വിശ്വാസ സ്നാനത്തെ സ്വീകരിച്ചവർ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2-ാം അധ്യായം 30 മുതൽ തീർത്തുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവർ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം കേട്ട് വിശ്വസിച്ച ഒരു കൂട്ടം സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ടു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അവർ കൂട്ടായ്മ ആചരിച്ചു, പ്രാർത്ഥന കഴിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, കൂട്ടായ്മ കഴിച്ചു. വിശുദ്ധിയോടെ വേർപെട്ട സഭയോടുകൂടെ ചേർന്ന് നിന്നതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു. ഇങ്ങനെ നിൽക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഒരിക്കൽ എൻ്റെ ഒരു ഭാവന എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആത്മീയ ചിന്തയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഒരു പൂച്ച ഒരു കൈവണ്ടി നിറയെ പുഴുവായിട്ട് പോവുക. ദൈവദാസന്മാർ, വിശ്വാസ കുടുംബങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കൈവണ്ടി പുഴുവായിട്ട് പോവുക. ഭാവനയായിട്ടെടുക്കാം, ചിന്തയായിട്ടെടുക്കാം. പോകുമ്പോൾ ഒരു കഴുകൻ ആകാശത്തുകൂടെ പറന്ന് നടക്കുക. അത് പറന്ന് നടന്ന്
പറന്നെങ്കിലും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഈ പൂച്ച പുഴുവുമായിട്ട് പോകുന്നതായിട്ട് കാണുക. അത് പതുക്കെ പതുക്കെ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വന്ന് ഈ പുഴുവിനെ നല്ലതുപോലെ കാണുകയും ഈ പൂച്ചയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പൂച്ചയ്ക്ക് പണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ കഴുകനെ എങ്ങനെയെങ്കിലും പിടിച്ച് തിന്നണമെന്ന് പൂച്ചയ്ക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴുകനെ താഴെ കൊണ്ടുവരാൻ പൂച്ച തന്ത്രമൊരുക്കിയതാണ് ഈ പുഴുവിനെ കൊണ്ടുള്ള യാത്ര. എന്തായാലും തന്ത്രം ഫലിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം താഴേക്ക് വന്നിട്ട് പൂച്ചയായിട്ട് സംസാരിച്ചു, എനിക്ക് വിശക്കുന്നു, ഒരു പുഴു തരണം എന്ന് പറഞ്ഞു. പൂച്ച വ്യവസ്ഥ വച്ചു, ഒരു പുഴുവിനെ ഞാൻ തരുമ്പോൾ നീ എനിക്ക് നിന്റെ ചിറകിൽ നിന്ന് ഒരു തൂവല്ല നീ എനിക്ക് തരണം. ആ കഴുകൻ സമ്മതിച്ചു. അങ്ങനെ ഈ ഒരു പുഴുവിനെ കൊടുക്കും, ഒരു തൂവൽ പറിച്ചെടുക്കും, ഒരു പുഴുവിനെ കൊടുക്കും, തൂവൽ പറിച്ചെടുക്കും. ഇങ്ങനെ ഈ കഴുകൻ പുഴുവിനെ തിന്ന് വയറ് നിറഞ്ഞു. വണ്ടിയിലെ പുഴുവും തീരാണ്. പക്ഷെ പൂച്ച ചാടിക്കയറി പിടിക്കുമ്പോൾ ഇതിനെ പറക്കാൻ കഴിയാതായി. ചിറകിലെ തൂവലുകളെല്ലാം പൂച്ച പറിച്ചെടുത്തു. ഒരു പുഴു കൊടുക്കും, ഒരു തൂവൽ പറിച്ചെടുക്കും, ഒരു പുഴു കൊടുക്കും, ഒരു തൂവൽ പറിച്ചെടുക്കും. ദൈവകൃപയിൽ ഉയരങ്ങളിലേക്ക് പറക്കേണ്ടതായ നാം, കൊലോസ്യർ 3:1-2-3 വാക്യങ്ങളിലൂടെ വായിച്ചാൽ മതി. ഉയരത്തിലേത് ചിന്തിക്കേണ്ടതായ നാം പലപ്പോഴും ഭൂമിയിലുള്ളത് ചിന്തിച്ച് മാത്രം നടക്കുമ്പോൾ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40:30-31 വാക്യങ്ങളിലൊക്കെ കിടപ്പുണ്ട്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരുമെന്ന്. ഇവിടെ എന്താണ് ഒരു ആത്മീയ ദൂത്? എന്താണ് ഒരു ആത്മീയ ദൂത് എന്ന് പറയുന്നത്? ഇത് പവർഫുൾ മെസ്സേജ് ഒന്നുമല്ല. അവരവരെ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ ആത്മീയമായി ഉയർന്നിട്ട് പുഴുവിനെ തിന്നാൻ, പുഴുവിനെ തിന്നുന്നവരുണ്ടെന്ന്, പുഴുവിനെ തിന്നാൻ താഴേക്ക് പതിക്കാറുണ്ടോ? സ്വർഗീയ ദൃഷ്ടി വിട്ട് ഭൂമിയിലെ ചിന്തയുമായി, റോമർ 8:5-6-7 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, ജഡത്തിൻ്റെ ചിന്ത മാറണം. ഉയരങ്ങളിലേക്ക് പറന്ന ഈ കഴുകൻ ആദ്യമേ തൻ്റെ ദൃഷ്ടി പുഴുവിലേക്ക് പതിഞ്ഞപ്പോൾ അതിൽ നിന്നും മാറ്റാതെ എന്നെ ദൈവമാണ് നടത്തിയത്, ദൈവമാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്, ദൈവമാണ് ഇത്രത്തോളം കരുതിയതെന്ന് മനസ്സിലാക്കാതെ ആത്മീയമായി ഉയർന്നു നിന്ന പലരും ഇന്ന് പുഴുവിനെ തേടി നടക്കുക. ഒരുപാട് അനുഭവങ്ങളുള്ള കണ്ട്, കാരണം എല്ലാവർക്കും പ്രോസ്പെരിറ്റി തിയോളജി മതി. പക്ഷെ ഞാൻ പറയുന്നത് നിത്യതയുടെ വെളിപ്പാട്.
നിത്യതയുടെ വെളിപ്പാട് ഒരുവൻ്റെ ഉള്ളിൽ കയറിയാൽ അവൻ ഒരിക്കലും ഈ പുഴുവിനെ തിന്നാൻ താഴേക്ക് വരത്തില്ല. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ഞാൻ മറ്റൊരാളെ കുറ്റം പറയാറില്ല. എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറയുന്നുണ്ട്. അത് അവരും ദൈവമായിട്ട് തീർത്തോട്ട്. പക്ഷെ അവരൊക്കെ വന്ന വഴി മറക്കുന്നത് കൊണ്ടാണ്. എവിടെ നിന്നു ഇപ്പം അവിടെ നിൽക്കുന്നു. ഈ പലരും ഈ ബലവാനായി കഴിയുമ്പോഴാണ് നിഗളിക്കുന്നത്. നിഗളം വേറൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നത്. വേറൊരു വീഡിയോ ഇടാണ് നിഗളത്തെക്കുറിച്ച്. ഇന്ന് അങ്ങനെയല്ല, 3-4 പോയിന്റ് ഓടിച്ച് പറയാനാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണമേ. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യും. ദൈവദാസന്മാർ, ദാസിമാർ അവരവരെ ശോധന ചെയ്താട്ട് ദൈവകൃപയിൽ ഉയർന്ന് മുകളിൽ നിന്നിട്ട് താഴേക്കിറങ്ങിയ, ദൈവവചനത്തിൽ നിന്ന് താഴേക്കിറങ്ങിയ പത്രോസ് ബാല്യക്കാരത്തിയുടെ അടുത്ത് പോയതുപോലെ വാഗ്ദത്തം വിട്ട്, മർക്കോസ് 1:17 വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരൊക്കെ അവിടെ ആ വാഗ്ദത്തത്തിൽ നിന്നാൽ മതിയായിരുന്നു. താഴേക്ക് ഇറങ്ങി ബാല്യക്കാരത്തിൻ്റെ അടുത്ത് പോയതുപോലെ അബ്രാം എന്ന അബ്രഹാം ഉൽപ്പത്തി 12:10 മുതൽ വായിക്കുമ്പോൾ താൻ മിസ്രയീമിലേക്ക് പോയി ഉൽപ്പത്തി 16 5 സ്ഥാനക്കാരത്തിയുടെ അടുത്തേക്ക് പോയതുപോലെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അനുസരിച്ച് ദൈവവചനത്തിൽ അനുസരിച്ച് അതിന് യോഗ്യമാകും വണ്ണം ആ നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചു പോയില്ല എങ്കിൽ നാം ഇതുപോലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ഇങ്ങനെയാണ് പലരും മരിക്കുന്നത്. മരണം 3-4 വിധത്തിലുണ്ട് ദൈവവചനത്തിൽ ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ദൃഷ്ടി ഉയരത്തിലത് ചിന്തിച്ചുകൊണ്ട് ഉൽപ്പത്തി 19 ലോത്തിന്റെ കാര്യം എടുത്താൽ മതി. അവിടെ സംഭവിച്ചതെന്താ? പക്ഷെ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി 13 കൂടെ ചേർത്ത് പഠിച്ചാൽ മതി. അപ്പൊ ഈ കഴുകനും പൂച്ചയുടെ തന്ത്രം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2:11, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം. ഈ പൂച്ച തന്ത്രം ഒരുക്കിയതുപോലെ ഈ കഴുകനെ പിടിച്ച് തിന്നണം, അതിനുള്ള തന്ത്രമാണ് പൂച്ച ഒരുക്കിയത്. അത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള തന്ത്രങ്ങൾ വ്യക്തികൾ മെനയുമ്പോൾ കട്ടതയുടെയും പ്രതിസന്ധിയുടെയും പോരാട്ടങ്ങളുടെയും നടുവിലായിരുന്നാലും നമ്മുടെ ദൃഷ്ടി ഉയരങ്ങളിലായിരിക്കട്ടെ. ആ ക്രിസ്തുവിനെ നോക്കിക്കോ. പത്മോസിൻ്റെ ഏകാന്തതയിലായിരുന്നാലും നമ്മുടെ ദൃഷ്ടി സ്വർഗത്തിലേക്ക് നോക്കട്ടെ. വെളിപ്പാട് 1-ാം അധ്യായം. അതുപോലെ തിരുവെഴുത്തുകളെ കറതീർന്ന് പ്രസംഗിച്ച അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 5-6 വാക്യം 7-8 7-ാം വാക്യം 8-ാം വാക്യം മുതൽ, അപ്പോസ്തലപ്രവൃത്തി 6-8 മുതൽ 6-5-6 വാക്യം 6-8 മുതൽ 7-50 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്തേഫാനോസ് കറ തീർന്ന് പ്രസംഗിച്ചു. കൃപയും ശക്തിയും ആത്മാവിൻ്റെ ശക്തിയോടെ പ്രസംഗിച്ചു. പക്ഷെ കിട്ടിയത് കല്ലേറ് കിട്ടുമ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ച കണ്ടു. ഇതായിരിക്കണം ഒരു ദൈവവിശ്വാസിയുടെ, ദൈവഭക്തന്മാരുടെ, ദൈവദാസന്മാരുടെ, ദാസിമാരുടെ, വിശ്വാസ കുടുംബങ്ങളുടെ ലക്ഷ്യം. ഇനി മറ്റുള്ളവർക്കും ഇതെടുക്കാം. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഇതെടുക്കാം. ഇതുപോലെ ചതിവും തന്ത്രവുമായി നിൽക്കുന്ന പലരും ഉണ്ടാകും. പക്ഷേ അതിനെ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12:10 പറയുന്നത് പോലെ വിവേചിച്ചറിയുവാനുള്ള കൃപ
ആത്മാക്കളെ വിവേചിച്ചറിയുവാനുള്ള കൃപ നാം പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് നമ്മെ തന്നെ ശോധന ചെയ്യാണ്. അവരവരെ ശോധന ചെയ്യുക. എവിടെയാ താഴേക്ക് വന്നത്? കർത്താവ് താഴെ നിന്ന് മുകളിലേക്കാണ് ഉയർത്തുന്നത്, അല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരുന്ന കർത്താവല്ല. താഴെ നിന്ന് കട്ടതയാകുന്ന ചൂളയിൽ കൂടെ കൊണ്ടുപോയാൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവ്, നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുക. ഞാനൊരു ആത്മീയ ചിന്ത അവിടെ തന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ ഊട്ടിയിൽ AGയിൽ കൺവെൻഷൻ നടക്കുക. അപ്പോൾ 3 ദിവസത്തെ കൺവെൻഷൻ കൂട്ടം ഞാനാണ് അതിൻ്റെ മെസ്സേജ് കൊടുക്കേണ്ടത്. എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കോഴിക്കോടാണ് താമസിക്കുന്നു. അവിടെ നിന്ന് ഗൂഡല്ലൂർ വണ്ടി കയറി ഗൂഡല്ലൂരിൽ നിന്ന് ഗൂഡല്ലൂർ ടു ഊട്ടി 3 മണിക്കൂർ യാത്ര, 3-3.5 മണിക്കൂർ യാത്ര. പലവിധ 3 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, 3.5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. അന്നത്തെ കാലത്ത് ഒരു 10-20 വർഷത്തിന് മുമ്പ്, അന്നത്തെ കാലത്ത് ഈ മൊബൈൽ ചാർജ് ചെയ്യുന്നത് ഈ പേപ്പർ ടോപ്പപ്പ് വാങ്ങിച്ച് ടോപ്പപ്പ് ചെയ്യുമായിരുന്നു. ഇന്ന് പിന്നെ എല്ലാം വീട്ടിൽ ഇരുന്നുകൊണ്ടൊക്കെ ചെയ്യാം. എന്നൊരു പേപ്പറിൽ കയറി വാങ്ങിക്കും, അവർ പൈസ കൊടുക്കും, അവർ ഒരു പേപ്പർ തരാൻ അതിൻ്റെ നമ്പർ അടിച്ച് സേവ് ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 3 പേരിരിക്കുന്ന സീറ്റിലാണ് ഞാനും ഇരുന്നത്. അപ്പോൾ 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഞാൻ നടുക്കും ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായം ചെന്നെന്ന് പറഞ്ഞാൽ ഒരു 10-50 വയസ്സ് പ്രായമായ ഒരു വ്യക്തി ഈ ടോപ്പപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ 9-4-4-4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളി ഇതിനകത്ത് മൊബൈലിൽ ചാർജ് കയറ്റുക. അടുത്തിരുന്ന ഒരു യൗവനക്കാരനായിരുന്നു. അവനെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ നമ്പർ നിമിഷ നേരം കൊണ്ട് അയാളുടെ മൊബൈലിലോട്ട് കയറ്റി. അയാളുടെ മൊബൈലിൽ കയറ്റി ഇയാൾ നേരെ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി. എല്ലാവർക്കും അറിയാം, ഈ ഊട്ടിക്കും ഗൂഡല്ലൂരിനും ഊട്ടിക്കും ഇടയിൽ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഗൂഡല്ലൂരിൽ നിന്ന് വണ്ടി എടുത്ത വണ്ടിക്കാർ നിർത്തി ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവൻ ഈ നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഇയാളവിടെ ഇറങ്ങി. പക്ഷെ എൻ്റെ കൂടെ ഇരുന്ന ഈ ടോപ്പപ്പ് കാശ് കൊടുത്ത് വാങ്ങിച്ച അയ്യായുടെ ചാർജും കൊണ്ട് പുള്ളി അവിടെ ഇറങ്ങി. അയ്യ അവിടെ തൊട്ട് നോക്കി ഊട്ടിയിൽ ഇറങ്ങുന്നതിന് 1 കിലോമീറ്റർ ഇപ്പുറം വെച്ച് എന്നോട് ചോദിച്ചു, ഇതെന്താ ചാർജ് ആവാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ചാർജ് ആയവൻ അവൻ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് എപ്പടിയെന്ന് കേട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനവൻ്റെ മൊബൈലിൽ ഈ നമ്പർ അതിലേക്ക് പകർത്തി അവൻ ചാർജ് ചെയ്തുകൊണ്ട് അവൻ നടുവട്ടത്തു നിന്ന് പോയി. ഇത് എന്താണ്? ഇതിനകത്ത് നുണ പറയുന്നതല്ല ഇത്. ഇതിനകത്ത് എന്താ ഇതിൻ്റെ ആത്മീയ അർത്ഥം? നാം ഒരിക്കൽ പ്രാപിച്ച ആത്മീയമായ ചാർജ് അത് ചോർത്ത്, നേരത്തെ കഴുകൻ്റെ കാര്യം പറഞ്ഞതുപോലെ ചോരാതെ സൂക്ഷിക്കുകയും തന്നിരിക്കുന്ന ശുശ്രൂഷ വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത്, മൊബൈലിൽ ചാർജ് പോകുമ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുമല്ലോ, റീചാർജ് ചെയ്ത്
അതോടൊപ്പം തന്നെ ഒട്ടും കുറഞ്ഞു പോകാതെ രാജാക്കന്മാർക്ക് 2-ാം പുസ്തകം 4-ാം അധ്യായം വായിച്ചു നോക്കിയേ. അവരുടെ രീതി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാം വന്ന് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ. അപ്പോൾ എല്ലാം വന്നെങ്കിലും പ്രവാചകൻ ചോദിച്ചു, എലീശ പ്രവാചകൻ ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയുണ്ട്. ദാവീദ് എന്ന ഭക്തനോട് ചോദിച്ചാൽ പറയും 23-ാം സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അപ്പോൾ നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം. പണ്ടൊരമ്മച്ചി ഒന്ന് പറയും, அப்பா நான் காலியாகி வந்திருக்கிறோம், அப்பா നിറപ്പി വിടുങ്ക. അപ്പോൾ ഈ ആഴ്ചയിലും നിറഞ്ഞു, അടുത്ത ആഴ്ചയിലും കാലിയായിട്ട് വന്നു, പിന്നെയും നിറയ്ക്കുന്നു, കാലിയായിട്ട് വരുന്നു. അപ്പോൾ ഇതവിടെ കൊണ്ട് കാലിയാക്കുന്നു എന്നുള്ള നാം പ്രാപിച്ച ദൈവകൃപ ഒരിക്കലും, ദൈവദാസന്മാർ വളരെ ശ്രദ്ധിക്കണം, ഒരിക്കലും ഇതിന് ചോരാനൊരവസരം കൊടുക്കരുത്. ചോരുന്നത് കള്ള ഫോൺ വിളി, ഫോണിൽ കൂടെ നുണ പറച്ചിൽ. ഏതൻ തോട്ടത്തിലാണ് ഈ ഫോൺ വിളി എന്ന് ഞാൻ പറയുന്നത്. നമ്മുടെയൊക്കെ ഭാഷ പറയാം രമ്യ 33:3. അത് ദൈവമായിട്ടുള്ള ബന്ധമാണ്. ഇമ്പമായ സ്വരം പറച്ചിൽ, ഇവിടൊക്കെയാണ് ചോരുന്നത്. അപ്പം നമ്മുടെ ദൈവകൃപ, ദൈവവചനത്തിന് വിരുദ്ധമായി ഒരാളൊരു കാര്യം പറഞ്ഞാൽ, അത് ദൈവദാസന്മാരാകട്ടെ, ദൈവദാസിമാരാകട്ടെ, വിശ്വാസ കുടുംബങ്ങളാകട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമായി ഒരു കാര്യം പറഞ്ഞാൽ, 1-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാൽ മതി. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് ദൈവം, നമ്മളെ എന്തിനാണ് കർത്താവ് വിളിച്ചു വേർതിരിച്ചത്? ആരെ പ്രീതിപ്പെടുത്താനാണ് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്? നമ്മെ വിളിച്ചു വേർതിരിച്ചത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ ഞാൻ പറയുന്നത്. എന്നെക്കാളും അറിവുള്ളവരായി കേൾക്കുന്ന അവർക്കിതൊക്കെ പുച്ഛമായിരിക്കും. പിന്നെ ഈ ലവോദിക്കക്കാരുടെ കൂട്ട് ഞങ്ങൾ സമ്പന്നന്മാരെ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, 3-14 മുതൽ വായിക്കുമ്പോൾ 17 വരെ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14, ഞങ്ങൾ സമ്പന്നന്മാർ, ഞങ്ങൾക്ക് സകലത് കൊണ്ട് ഞങ്ങൾക്കൊന്നിനൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ കർത്താവ് പറയുന്ന മാനസാന്തരപ്പെട്ടോളാനാ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഉമ്മണ്ണ് കളയുമെന്ന. ഉമ്മണ്ണ് കളയുക എന്ന് പറഞ്ഞാൽ ഈ പാക്കും പറ്റിയൊക്കെ ചവയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചവച്ച് ഒരു ഉരുളയാക്കിയിട്ട് ഒരൊറ്റ തുപ്പ, ഒരു ഉരുളയായിട്ടാണ് തുപ്പുന്നത് വെളിയിലോട്ട്. അപ്പോൾ ഉമണ്ണ് കളയുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 10:38, ലൂക്കോസ് 4:14-15, യെശയ്യാപ്രവചനം 11:1-2-3 വാക്യം, ശമൂവേൽ 2-ാം പുസ്തകം 23:2, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9:22. ശൗലോ മേൽക്കുമേൽ കൃപ പ്രാപിച്ചു. രാജാക്കന്മാർക്ക് എഴുതിയ 2-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെ 15 വരെയുള്ള വാക്യങ്ങൾ. ഇരട്ടി പവർ. ഈ സേവ് ചെയ്യാതെ സെർവ് ചെയ്യാനിരിക്കരുത്.
ആദ്യം സേവ് ചെയ്യുക, പിന്നെ സെർവ് ചെയ്യുക. പാത്രം കാലിയാകരുത്. അതിന് ദൈവസന്നിധിയിലിരുന്ന് വചനധ്യാനവും പ്രാർത്ഥനയുമായിട്ടിരിക്കുക, ദൈവസന്നിധിയിൽ ആരാധിക്കുക, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. കാരണം കർത്താവേ, ഈ ലോകത്ത് ആരുടെയും പ്രശംസ എനിക്ക് കിട്ടിയില്ലെങ്കിലും, ആര് എന്നെക്കുറിച്ച്, ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ആ നിത്യത കിട്ടണമേ എന്ന് പണ്ട് കറിയാച്ചനും തോമാച്ചനും കൂടി സ്വർഗത്തിൽ പോയ കഥ ഒരിക്കൽ ഞാൻ പറഞ്ഞു. തോമാച്ചൻ പറഞ്ഞു, ഞാൻ കൺവെൻഷൻ നടത്തി, അത് ഇവിടെ നിൽക്കുക. ദാനിയേൽ പ്രവചനം 7:9-10 വാക്യം കൂടെ വായിച്ചോണം. ഒരു അഗ്നി നദി ഒഴുകുക, 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ ഇപ്പുറത്ത് നിന്ന് ഇക്കരെ നിന്ന്. ന്യായ വിസ്താര സഭ ഇരുന്ന് പുസ്തകങ്ങൾ തുറന്നു. ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്, എൻ്റെ ചിന്താവിഷയം അതല്ല. അങ്ങനെ തോമാച്ചാൻ പറഞ്ഞു, ഞാൻ കൺവെൻഷൻ നടത്തി, പാസ്റ്റർമാർക്ക് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഇത് ചെയ്തു എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ ഈ കാര്യം വാങ്ങു. അപ്പോൾ ഇയാൾ തലയിൽ ഇങ്ങനെ ഒരു വലിയൊരു കെട്ടുമായിട്ട്, ചാക്ക് കെട്ടുമായിട്ട് ഇരിക്കുക, ചെയ്ത കാര്യങ്ങളെല്ലാം കുറിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ആ കുറിച്ച് കൂട്ടി എഴുതി ചാക്കിനകത്താക്കി വെച്ച് വലിയൊരു ചാക്ക് കെട്ടുമായിട്ട് തല വെച്ചുകൊണ്ടിരിക്കുക. തോമാച്ചാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഒന്നുമില്ല. എല്ലാം ഈ തീ കൂടെ വചനമാകുന്ന റോമർ 2:16 വചനത്തിൽ കൂടെ, വചനം തീയാണല്ലോ. എബ്രായർ 12:29, ഇരമ്യ 23:29, ഇരമ്യ 5:14. ദൈവവചനം തീയ. ഈ തീയിൽ കൂടെ അങ്ങോട്ട് പോയി ദൈവവചനത്തിൽ കൂടെ ശോധന ചെയ്തപ്പോൾ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറിയാച്ചായൻ പറയുന്നത്. കറിയാച്ചാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ തോമാച്ചാൻ ചെയ്തതുപോലെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ കൺവെൻഷൻ നടക്കുമ്പോൾ ഞാൻ നോട്ടീസുകൾ കൊണ്ട് ഓരോ വീടുകളും കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കൺവെൻഷൻ നല്ല രീതിയിൽ ഭംഗിയായി കർത്താവിൻ്റെ നാമം മഹത്വത്തിനായി തീരുവാൻ വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഈ വലിയ ചാക്ക് കെട്ടൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ഒരു പിടി ഉപവാസവും പ്രാർത്ഥനയും വിശുദ്ധിയോടെ വേർപാടോടെ നിന്നത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കർത്താവ് പറഞ്ഞു, കറിയാച്ചോ ഇറങ്ങി വരാൻ പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വാന്ന് വിളിച്ചു. ഇറങ്ങിച്ചെന്നപ്പോൾ ആ ചെയ്തത് അത് നിലനിന്നു. തീയിൽ കൂടെ ശോധന ചെയ്യുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെ തീയിൽ കൂടെ ശോധന ചെയ്യുമ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണോ 2-ാം ലേഖനമാണോ എന്നെനിക്കറിയില്ല, 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 10, 11, 12, 13 വാക്യങ്ങളിൽ ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനമാണെന്ന് തോന്നുന്നു, 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. മരം, പുല്ല്, വൈക്കോല്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആ മെസ്സേജ്. ഏതാണ് നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. ന്യൂ ഹോപ്പ് മിസ്വ പ്രയർ ഫെലോഷിപ്പ് എന്ന് നോക്കിയാൽ മതി, അതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലായത്? നമ്മുടെ ഈ ചാർജ് ഒരുപാട് അനുഭവങ്ങൾ, ഈ ശുശ്രൂഷയുടെ മുഖത്ത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവം കൊണ്ടായി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാർജ് കർത്താവിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ലൂക്കോസ് 24:49, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 1:4, 1:8, രണ്ടാമധ്യായമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവരാത്മശക്തി പ്രാപിച്ച് അവർ ചോരാതെ, അവരുടെ ചാർജ് പോകാതെ, അവർ ദൈവസന്നിധിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിശുദ്ധിയോടെ വേർപാടോടെ നിന്ന്. ആദിമ നൂറ്റാണ്ടിൽ ഭക്തന്മാർ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കട്ടതയും പട്ടിണിയും ആയിരുന്നെങ്കിൽ
അവർ നിത്യതയുടെ വെളിപ്പാട്, കർത്താവിൻ്റെ വരവിന് വേണ്ടി അവരെല്ലാം കാത്തിരുന്നു. അതുകൊണ്ട് നമ്മുടെ ചാർജ് പോകാതെ പ്രാപിച്ചതിനെ പിന്നെയും പിന്നെയും പ്രാപിച്ച് പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല, പ്രതിസന്ധികളുണ്ട്. യേശു ക്രിസ്തുവിനെ കൊണ്ട് പോലും പറഞ്ഞ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാ പുറത്താക്കുന്നതെന്ന്. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാ പിശാചിനെ പുറത്താക്കുന്നതെന്ന് സ്വന്തം സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഞാൻ ഓടിപ്പോവുക. അപ്പോൾ ഒന്ന്, നമ്മുടെ ദർശനം ഉയരങ്ങളിലായിരിക്കണം. കൊരിന്ത്യർക്ക് 2 ലേഖനം 12 അധ്യായം 1 മുതൽ 9 വരെ വായിക്കുക. ഗലാത്യർ 1-ന്റെ 7, 8, 17, 18, 19 വാക്യം വായിക്കുക. ദർശനം ഉയരത്തില്ല. ദർശനമുള്ളവന് കട്ടതയുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11 അധ്യായം 22 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ്. യോഗ്യതാ സർട്ടിഫിക്കറ്റാണ്. കൊരിന്ത്യർക്ക് 2 ലേഖനം 6 അധ്യായം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ 10-ാം വാക്യം പറയുന്നത്, ഞങ്ങൾ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. അപ്പോൾ പലരും പറയും, പാസ്റ്റർ ചിരിക്കുന്നതേ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ജഡസാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന ആ വെളിപ്പാട്, ഫിലിപ്പിയർ 2-ാം അധ്യായം വന്ന വെളിപ്പാട്, ഗലാത്യർ 6:14, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ ഇരിക്കുന്നു എന്നുള്ള വെളിപ്പാട്, കൊലോസ്യർ 2-ന്റെ 26-27, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു എന്നുള്ള വെളിപ്പാടാണ്. ആ മർമ്മം, രഹസ്യം, മിസ്റ്ററി, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അവിടെ നിന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പാലസ്തീനിലെ യോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ, പാലസ്തീനിലെ മറിയ, തൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായപ്പോൾ വന്ന വേദന ഭയങ്കരമാണ്, പ്രശ്നങ്ങൾ ഭയങ്കരമാണ്. ന്യായപ്രമാണ കാലഘട്ടത്തിലാണ് നിൽക്കുന്ന, ഏറുകൊണ്ട് എറിഞ്ഞു കൊന്നുകളയും. അപ്പോഴും ആ ക്രിസ്തുവിനെ 9 മാസം 9 നാഴിക 9 വിനാഴികയായപ്പോൾ ഒരു കേടും കൂടാതെ പ്രസവിച്ചില്ലേ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് വർഷം 50 എന്നിട്ടും ഇതുവരെ ഒരെണ്ണത്തിനെ പോലും നേടാത്ത ആൾക്കാരുണ്ട്, ഒരെണ്ണത്തിനെ പോലും സ്നാനപ്പെടുത്താത്ത ആൾക്കാരുണ്ട്. പോട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ദേഹിയെ കൊല്ലുന്നവനെ ഭയപ്പെടുക. അപ്പോൾ കർത്താവ് പറഞ്ഞ മാതൃക ഓർക്കുക, വചനം ഓർക്കുക. ഞാനെൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരാം. അടുത്തൊരു ചിന്ത, അപ്പോൾ നമ്മുടെ ചാർജ് കുറയരുത്, വീണ്ടും റീചാർജ് ചെയ്ത് പോകണം. ചാർജ് ചെയ്ത് പോകണം. പിന്നെ ഇതുപോലെ പിറ്റേ വർഷം ഉടലിട്ട് ഊട്ടി യാത്ര ചെയ്യുമ്പോൾ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം. 7-ാം ക്ലാസ്സിൽ തോക്ക്. പലരും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 7-ാം കൽപ്പന ലംഘിക്കുന്നവരാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിച്ചാൽ മതി. എൻ്റെ ഭാഷ പറഞ്ഞാൽ 7-ാം ക്ലാസ്സിൽ തോറ്റവർ ഒരുപാട് പേരുണ്ട്. ബൈബിളിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഒരിക്കൽ ഞാനിതുപോലെ പിറ്റേ വർഷം ഗൂഡല്ലൂർ ടു ഊട്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരൻ 2 പേരെയും കൊണ്ടുവന്ന് ഒരു സീറ്റിലിരുന്നു. 2 സഹോദരിമാരെയും കൊണ്ടുവന്ന് ഇരുന്നു. അപ്പോൾ ഒരാൾ കുറച്ച് നേരം വണ്ടി അങ്ങോട്ട്, കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. വണ്ടി അങ്ങോട്ട് എടുത്തു. ഭയങ്കര തണുപ്പാണ്, കൊടും തണുപ്പ്. ഗൂഡല്ലൂർ ഊട്ടിയൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സഹോദരി, ഇദ്ദേഹം നടുക്കിരിക്കുക,
ഒരാൾ പറഞ്ഞു എനിക്ക് ഗ്ലാസ് തുറന്നിടണം. മറ്റേ സഹോദരി പറഞ്ഞു എനിക്ക് ഗ്ലാസ് അടച്ചിടണം. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളമാണ്. ഒരാൾ തുറക്കും, ഒരാൾ അടയ്ക്കും, ഒരാൾ തുറക്കും, ഒരാൾ അടയ്ക്കും. അങ്ങനെ ഇരുന്ന് കണ്ടക്ടർ വന്ന് പറഞ്ഞു, കുറച്ച് നേരം നിങ്ങൾ ഒരാൾ തുറന്നിട്. അല്ല സോറി, അപ്പോൾ കണ്ടക്ടർ ഒന്ന് പറഞ്ഞിട്ടൊന്നും ഒരു പരിപാടി നടക്കുന്നില്ല. ആൾക്കാരിരുന്ന് പറഞ്ഞു, ഈ തണുപ്പത്ത് തുറന്നിട്ട് കഴിഞ്ഞാൽ പനി പിടിച്ച് ചാകത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അവസാനം വർഷങ്ങൾക്ക് മുമ്പുള്ള 10-20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. അപ്പോൾ അതിന് ഭർത്താവ് പറഞ്ഞു, രണ്ട് ഭാര്യയും കൊണ്ട് വന്നിരിക്കുക പുള്ളി. കർത്താവ് ശമരിയ സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞ് 5 ഉണ്ടായിരുന്നു, യോഹന്നാന്റെ 4 മതിയാണ്. 5 നിൻ്റെ ഭർത്താവല്ല, ഇപ്പോഴുള്ളതും അതല്ലെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, ആത്മീയമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ ദേവരധർമ്മമെന്നും പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലൊരു കാണുന്നുണ്ട്. ദേവരധർമ്മം പ്രമാണങ്ങളിൽ, തിരുവെഴുത്തുകളിൽ പുറകോട്ട് നോക്കിയാൽ കാണുന്നുണ്ട്. ഈ ദേവരധർമ്മം, ഒരാൾ വിവാഹം കഴിച്ചു, അദ്ദേഹം കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ തൻ്റെ അനിയൻ എന്തു ചെയ്യണം? അതിനെ കെട്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് മരിച്ചയാളുടെ പേര് നിലനിർത്താൻ വേണ്ടി ആ പേരിടണം. ഇനി ഉൽപ്പത്തി 38 അധ്യായം കൂടെ നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി. അതാണ് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായതാ. കാരണം കർത്താവ് പറയുന്നത് യോഹന്നാന്റെ 4:9, ഇവൾ ദൈവത്തിൻ്റെ ദാനമെന്നാണ് പറയുന്നത്. യേശുക്രിസ്തു നോക്കിയിട്ട് പറയാം, ഇവൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഈ പുള്ളി 2 കൊണ്ട് വന്നിരിക്കുക. സ്നാപക യോഹന്നാന്റെ തലവെട്ടാനുള്ള കാരണം എന്താ? സ്നാപക യോഹന്നാന്റെ തലവെട്ടാനുള്ള കാരണവും നീ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് തൻ്റെ തലവെട്ടാനുള്ള കാരണം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരിക. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കായി ബഹളമായി തമ്മിലടിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു, ഈ വണ്ടിയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും. ഭർത്താവ് പറയുക, നിങ്ങൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, നിങ്ങൾ തുറന്നിടുക. കാരണം തുറന്നിട്ടാൽ ഒരാൾക്ക് ശ്വാസം മുട്ടും, അടച്ചിട്ടാൽ മറ്റേയാൾക്ക് ശ്വാസം മുട്ടും. ഇതാണ് വിഷയം. അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞ, കണ്ടക്ടറെ നിങ്ങൾ കുറച്ച് സമയം ഇതിനെ ഒന്ന് തുറന്നിടുക, അപ്പോൾ ഒരുത്തി ചാവും. അടുത്ത് കുറച്ച് നേരം അടച്ചിടുക, അപ്പോൾ അവൾ ശ്വാസം മുട്ടി ചത്തോളൂ. അപ്പോൾ എന്താണ് ഇതിനകത്ത്? ചിരിക്കാനോ ഇത് പൊട്ടച്ചല്ലോ കളിവാക്കോ അല്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? മത്തായി 19 അധ്യായം നമ്മൾ പഠിക്കുക, കൊരിന്ത്യർക്ക് 1 അധ്യായം പഠിക്കുക. പൗലോസ് അപ്പോസ്തലൻ അഭിപ്രായം പറയുക. കൊരിന്ത്യർക്ക് 11 അധ്യായം കൂടെ പഠിച്ചാലും നല്ലതായിരിക്കും. പറഞ്ഞു വന്നതിൻ്റെ കാരണം, ദൈവം വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മല, ഒരു ഉപദേശമാണ്. എബ്രായർ 13:4. വിവാഹം എല്ലാവർക്കും മാന്യം, കിടക്ക നിർമ്മലം. കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ദൈവം. ദൈവവചനത്തിന് വിരുദ്ധമായ ആവശ്യമില്ലാത്ത ഫോൺ വിളി, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു. 2 മേഖലകളും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ പറയും ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് പറയുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ യോഹന്നാൻ 16:8 മുതൽ വായിക്കും, 6 മുതൽ വായിച്ചാൽ മതി. പാപത്തെക്കുറിച്ച് ആദ്യം ബോധം വരുത്തുന്നത്, ലോകത്തിന് ബോധം വരുത്തുമെന്നാണ് കിടക്കുന്നത്.
പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് കണ്ടിത്തുണർത്തുന്ന തമിഴ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ പണ്ട് പറയുമായിരുന്നു, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ഡോക്ടർ, ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഏഴാം കൽപ്പനകളിൽ വീണ് കിടക്കുന്ന ശിംശോനെ പോലെ, ദാവീദിനെ പോലെ ആകാതെ ഉൽപ്പത്തി 15 ദൈവശബ്ദം കേട്ടവനാ, ഡയറക്റ്റ് ദൈവശബ്ദം കേട്ട് ഉറപ്പിച്ചു. 16-ാം അധ്യായത്തിൽ കണ്ടില്ലേ, താഴേക്ക് ഇറങ്ങിയില്ലേ, 5-ാം സ്ഥാനക്കാരുടെ അടുത്ത് പോയില്ലേ. ഉൽപ്പത്തി 12:10 മുതൽ 15 വരെ വായിക്കുമ്പോൾ അറിയാം. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു, കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 3:1 മുതൽ 3 വരെ വായിച്ചാൽ, നാം ക്രിസ്തു യേശുവിൻ്റെ പത്രമാണ്. നാം ക്രിസ്തു യേശുവിൻ്റെ പത്രമാണ്. രമ്യ 23-24 ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കണ്ണ് വെട്ടിക്കാൻ നീ എന്തെല്ലാം നുണ പറഞ്ഞാൽ ദൈവം അതവിടെ എഴുതി വയ്ക്കും. അതുകൊണ്ട് ഇല്ലാത്ത കാര്യം ഞാനിങ്ങനെ പറയാറുണ്ട്, ജീവിക്കാൻ വേണ്ടി പലരും പല വേഷം കെട്ടിയിട്ടുണ്ട് പലരും. പക്ഷേ ഒരുവനെ നശിപ്പിക്കാൻ വേണ്ടി, ഒരു ദൈവദാസനെ തകർക്കാൻ വേണ്ടി നീ പല വേഷം കെട്ടരുത്. ഒരാളെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരോട് രഹസ്യമായിട്ട് പറയേണ്ടതുണ്ട്, പരസ്യമായിട്ട് പറയേണ്ടതുണ്ട്, സഭാപരമായി പറയേണ്ടതുണ്ട്, കുടുംബപരമായി പറയേണ്ടതുണ്ട്, ദേശത്തോട് അറിയിക്കേണ്ടതുണ്ട്, ലോകത്തോട് ദൂതറിയിക്കേണ്ടതുണ്ട്. പരിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം ചാർജ് നമ്മുടെ പോകാതെ, ഒരു കുടുംബം എനിക്കുണ്ട്, ഞാൻ തലമുറകൾക്ക് ശാപം വാങ്ങിച്ചു കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ മക്കളോട് പറയും, മക്കളെ, ഭാര്യയും കേൾക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപും ദൈവവചനത്തിന് വിരുദ്ധമായി നടന്നിട്ടില്ല. ദുബൈയിൽ ദുബൈ ട്രേഡോക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ദുബൈ IPCയിൽ സ്നാനപ്പെട്ട് ഞാൻ വരുന്നത്. ദൈവകൃപ പ്രാപിച്ച് തുടങ്ങി. ഞാൻ പറയും, അതിന് മുൻപ് ഒരു ശാപം വാങ്ങിച്ചു വെച്ചിട്ടില്ല. ഇനിയും പിന്നെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ആർക്കും ഒരു ദ്രോഹവും വരുത്തില്ല. വചനം കറതീർന്ന് പറഞ്ഞിട്ടുണ്ട്, കുറവുകളെ പറഞ്ഞിട്ടുണ്ട്. അതുമൂലം പലർക്കും എന്നോട് എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞത് വചനത്തിൽ കൂടെയാണ് ആലോചന കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കുടുംബം, നാം നമ്മുടെ തലമുറകൾക്ക് ശാപം വാങ്ങിച്ചു കൊടുക്കരുത്. യേശുക്രിസ്തു കാൽവരിയിൽ മരക്കുരിശ് ചുമന്നത് നമ്മുടെ ആദാമ്യ പാപം, ശാപം അത് മാറാനാണ്. പിന്നെ നാം വരുത്തി വയ്ക്കുന്ന ശാപമുണ്ട്. അത് പേപ്പർ മുറിച്ചാൽ, ഏത് വ്യക്തി, ഏത് വലിയ പുള്ളികൾ പേപ്പർ മുറിച്ചാൽ അതൊന്നും മാറില്ല, ആ ശാപം മാറില്ല. വീണ് കിടന്ന് നിരപ്പ് പ്രാപിക്കേണ്ട നിരപ്പ് പ്രാപിച്ച്, അനുതപിച്ച് ആ വ്യക്തിയോട് നിരപ്പ് പ്രാപിച്ച്, കണ്ണുനീര് ശാപം ആരെങ്കിലും കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശാപം. അവർ കരയും, ആ ദൈവദാസൻ കരയും, ദൈവദാസി കരയും. അത് നിനക്ക് നിൻ്റെ തലമുറയ്ക്കും ശാപമായിട്ട് കിടക്കും. നീ ആ കണ്ണുനീര് തുടയ്ക്കാത്തിടത്തോളം കാലം ആ ശാപം മാറില്ല. ആ കണ്ണുനീര് ശാപം. ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായി സമയം വേർതിരിക്കുകയാണ്. ഒരു ചിന്തയാണ് തരുന്നത്. അപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുവാൻ താല്പര്യം. 1-2 സമയം പോലെ.
സ്വർണത്തിന് സുഗന്ധമില്ലാത്തതുപോലെയും ചന്ദനത്തിന് സുഗന്ധവാഹിയായ പുഷ്പമില്ലാത്തതുപോലെയും കരിമ്പിന് മധുരഫലമായ കായില്ലാത്തതുപോലെയും വലിയ ചില ആളുകൾക്ക് അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ ചില അപാധകളോ പോരായ്മകളോ കാണപ്പെടാറുണ്ട്. ഒന്നുകൂടെ പറയാൻ വേണമെങ്കിൽ, സ്വർണത്തിന് സുഗന്ധമില്ലാത്തതുപോലെയും ചന്ദനത്തിന് സുഗന്ധവാഹിയായ പുഷ്പമില്ലാത്തതുപോലെയും കരിമ്പിന് മധുരഫലമായ കായില്ലാത്തതുപോലെയും വലിയ ചില ആളുകൾക്ക്, ചെറിയ ചില ആളുകൾക്കുണ്ട് അവർ ഉദ്ദേശിക്കാത്ത വിധത്തിൽ ചില അപാധകളോ പോരായ്മകളോ കാണപ്പെടാറുണ്ട്. രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നയമാനെ കുറിച്ച് പറയുന്നു. നയമാൻ പരാക്രമശാലിയെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ പരാക്രമശാലിയാണ്, പക്ഷേ കുഷ്ഠരോഗിയായിരുന്നു. ന്യായാധിപന്മാരുടെ ദിവസം 11-ാം അധ്യായം പഠിക്കുമ്പോൾ ഇഫ്താഹ് പരാക്രമശാലിയായിരുന്നുവെങ്കിലും ദേശീയപുത്രനായിരുന്നു. അത് അവിടെ നല്ലൊരു ചരിത്രം കിടപ്പുണ്ട്. അവിടെ എന്താണ് അതിലേക്ക് കിടക്കുന്നത്? പാപമാകുന്ന കുട്ടത്തെ ചുമന്നുകൊണ്ട് നടക്കാതെ, മീക 7:19 വായിച്ചു നോക്ക്. ഹോശേയ 14:1 മുതൽ 4 വരെ വായിച്ചു നോക്ക്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം വായിച്ചു നോക്ക്. തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്നതേ ഉള്ളൂ. തിരുവെഴുത്തുകളെ ചൂണ്ടിക്കാണിച്ചു തരാം. സമയം പോലെ ഇരുന്ന് വായിക്കുക. ഒരാൾ പറഞ്ഞ 5 മിനിറ്റ് മതി, 10 മിനിറ്റ്, നീ കേൾക്കണ്ട. എനിക്ക് നിങ്ങൾ കേൾക്കണമെന്നൊന്നുമില്ല, പറയുക, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ കർത്താവ് പറഞ്ഞു. 5 മിനിറ്റ് പ്രസംഗിക്കുന്നവരുടെ കേൾക്ക്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ. ഞാൻ ദൈവസഭകളിൽ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ ഞാൻ കാണിക്ക ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ആരോടും. വേദന കൊണ്ട് ചിലപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. കടഭാരമാകുന്ന ബുദ്ധിമുട്ട് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് ഇത്ര രൂപ കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് വരെ ശുശ്രൂഷയ്ക്ക് പോയിട്ടില്ല. 2, ഞാൻ കൊണ്ടുവന്ന് അതിൻ്റെ ദശാംശം ദൈവദാസന്മാർക്ക് മാറ്റി. ബാക്കി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ ഭാര്യ ഇന്ന് വരെ അവിടെ പോയിട്ട് എത്ര കിട്ടിയെന്ന്, ഇത്രേ കിട്ടിയുള്ളോ എന്ന് ചോദിച്ചിട്ടില്ല. അന്നുമില്ല, ഇന്ന് വരെയില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് വചനം ശുശ്രൂഷിക്കാം. കാണിക്കയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അടിയിലൊരു ഫോൺ നമ്പർ ഇട്ട്, ഇതിപ്പോൾ ഫോൺ നമ്പർ ഒന്നും ഇടണ്ട. പലരും എന്നെ ഈ ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിക്കാറുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വരെ വിളിക്കാറുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. പാസ്റ്റർ, നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അന്ന് 7-ാം ക്ലാസ് വരെ പഠിച്ച എനിക്ക് അവിടുന്ന് ഇംഗ്ലീഷ്. പിന്നെ സാഹിബിൻ്റെ കമ്പനിയിൽ കുറേ ആൾ ജോലി ചെയ്തിട്ട് മുറി ഇംഗ്ലീഷൊക്കെ അറിയാം. ചില വാക്കുകളെ അറിയത്തുള്ളൂ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഇംഗ്ലീഷ് കേട്ടാൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അറിയാതെ അങ്ങ് പറഞ്ഞു പോകുന്ന, അല്ലാതെ ഇംഗ്ലീഷ് അറിയാവുന്ന വേണ്ടി പറയുന്നതല്ല, വലിയ ആളാകാൻ വേണ്ടി പറയുന്നതുമല്ല. എനിക്ക് വലിയ ആളാകണ്ട, എനിക്ക് പേരെടുക്കണ്ട. ദിനവൃത്താന്തങ്ങൾ 2-ാം പുസ്തകം 25:4 പറയുന്നുണ്ട്,
അവൻ ബലവാനായപ്പോൾ നിഗളിച്ചെന്ന്. ദിനവൃത്താന്തങ്ങൾ 2 പുസ്തകം 26:16. ഉസിയാവ് ബലവാനായപ്പോൾ അവൻ നിഗളിച്ചു. തിരുവെഴുത്തുകളിൽ പറയുന്നു, നാശത്തിനു മുമ്പ് ഗർവം. സാർശ്വാഗ്യത പറയുക, മാനത്തിന് വിനയം മുന്നോടിയ. ദൈവമാണ് നമ്മളെ ഉയർത്തിയതെങ്കിൽ ആരെയും വേദനിപ്പിക്കരുത്. ദൈവവചനം പറയാം, അത് ഏറ്റെടുത്താൽ കുത്തുകൊള്ളും, തലയ്ക്ക് കുത്തുകൊള്ളും. പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം മാനസാന്തരം ഹൃദയത്തിൽ കുത്തുകൊണ്ടു. സ്തേഫാനോസിന്റെ പ്രസംഗം തലയ്ക്ക് കുത്തുകൊണ്ടു. തലയ്ക്ക് കുത്തുകൊണ്ടാലാണ് ചിലരൊക്കെ എന്ത് ചെയ്യുന്നത്? കല്ലെടുത്തെറിയുന്നത്, നാവാകുന്ന കല്ലെടുത്തെറിയുന്നത്. പാവപ്പെട്ട ദൈവദാസന്മാർ, നീ എങ്ങനെ ഇത്രത്തോളം വന്നെന്ന് നിങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. ഇപ്പൊ പുഴുവിനെ തിന്നാൻ നടക്കുക. കഴുകനെ പോലെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പുഴുവിനെ തിന്നണം. ദൈവവചനം വിട്ട് മാറണം. ഒരെണ്ണത്തിന് പകരം 2 എണ്ണത്തിനെയും കൊണ്ട് കിടക്കണം. ഒരു ഭാര്യയ്ക്ക് പകരം 2 ഭാര്യയും കൊണ്ട് കിടക്കണം. ചിലണ്ട് 4 എണ്ണത്തിനെയും കൊണ്ട് കിടക്കുന്നവന്മാരെ എനിക്കറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്താണ് നയമാന് കുട്ടം പൊതിഞ്ഞു കൊണ്ട് നടന്നതുപോലെ രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തി ജീവിതങ്ങൾ എന്ത് ചെയ്യരുത്? പൊതിഞ്ഞുകൊണ്ട് നടക്കരുത്. അപ്പോൾ ഇയാൾ പൊതിഞ്ഞുകൊണ്ട് നടന്നു എങ്കിലും പക്ഷേ ഒരു കൊച്ചിന് വെളിപ്പെട്ടു, അടിമ പെൺകുട്ടിക്ക്, ആ ബാല്യക്കാരത്തേക്ക് വെളിപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? പറഞ്ഞു താനെപ്പോൾ. അതുപോലെ ഒരു കാര്യം കൂടെ ഓടിച്ചു പറയാം. തലമുറകളെ വേർതിരിച്ച് കാണുന്നവർ. ദൈവമാണ് 128 സങ്കീർത്തനം, 127 സങ്കീർത്തനം, 128 സങ്കീർത്തനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 27 പഠിക്കുമ്പോൾ അമ്മ മോന് കൂടാരപ്പണി ചെയ്യുന്നത് കൊണ്ട് തേങ്ങ ഇരണ്ടി കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അമ്മയുടെ കൂടെ നടക്കുന്നത് കൊണ്ട് അമ്മ ഇളയവനെ സ്നേഹിച്ചു. അപ്പനെ കണ്ണുമൊക്കെ മങ്ങിയിരിക്കുക, ഇസഹാക്കിന് കണ്ണുമൊക്കെ മങ്ങിയിരിക്കുക. കണ്ണൊക്കെ മങ്ങിയിരിക്കുമ്പോൾ വേട്ടയിറച്ചി മോൻ കൊണ്ട് കൊടുക്കും. രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും, തിന്നും. കണ്ണൊക്കെ മങ്ങി വയസ്സ് ചെന്നിട്ട് തീറ്റി. ചിലതിൻ്റെയൊക്കെ തീറ്റിപ്രിയം കണ്ടാൽ ഭയങ്കരമാണ്. സാദൃശ്യമൊക്കെ 23-ലാണെന്ന് തോന്നുന്നു പറയുന്നത്, നിന്നെ ഭോജനപ്രിയനെങ്കിൽ നിൻ്റെ തൊണ്ടയ്ക്ക് കത്തി വയ്ക്കുക. അപ്പോൾ റോമർ 14 വായിക്കണം. റോമർ 14 വായിക്കുമ്പോൾ തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത്. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ വിധിക്കുന്നതല്ല. പക്ഷെ തിന്നുന്ന 2 പേരും ചെയ്യുന്നത് നല്ലത്. അവരവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് അവർ ചെയ്യട്ടെ. അമ്മയ്ക്ക് തേങ്ങ ഇരണ്ടി കൊടുക്കുവോ എന്ത് വേണോ ചെയ്യട്ടെ. പക്ഷെ ഞാനവിടെ ഒരു ദൂത് പറയും. കുടുംബത്തിൻ്റെ സ്ഥാപകൻ ദൈവം. നിങ്ങൾ പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി തീരുവിനെന്ന് പറഞ്ഞ ദൈവം. 31-ന്റെ 26, 27, 28, 32-ന്റെ 7. കുടുംബജീവിതത്തെ കൊടുത്തത് ദൈവം. 2-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തെ യോജിപ്പിക്കുന്ന ദൈവം. കുടുംബജീവിതത്തിൻ്റെ സ്ഥാപകൻ, കുടുംബജീവിതത്തിൻ്റെ കാർമ്മികത്വം വഹിച്ചവൻ. മാത്രവുമല്ല വിവാഹം നടത്തിക്കൊടുത്തവൻ. മാതാവ്, പിതാവ്, ബന്ധുമിത്രാദിയായിരുന്ന് നടത്തിക്കൊടുത്ത ദൈവം. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ, കുടുംബ വിവാഹത്തിൻ്റെ സ്ഥാപകനെന്ന് പറഞ്ഞത് അതാ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് കോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എബ്രായർ 13-ന്റെ 4 പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? തലമുറകളെ ദൈവം തരുന്നു. മക്കൾ അവൻ തരുന്ന ഉദരഫലം പ്രതിഫലമാണ്, ദാനമാണ്. മക്കൾ പ്രതിഫലമാണ്, ദാനമാണ്. അപ്പോൾ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും.
എന്താണ് ഈ ഒലിവ് തൈ? ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം വായിച്ചു നോക്കിക്കും. ആദ്യം കാക്ക വിട്ടു, വെള്ളം കുറഞ്ഞു നോക്കാൻ പ്രാവ് പോയി. ആ ഇത്രയും ദിവസത്തെ മഴയിലും വെള്ളപ്പൊക്കത്തിലും, ഞാനിവിടെ നിർത്തുക, മഴയിലും വെള്ളപ്പൊക്കത്തിലും എന്ത് ചെയ്തില്ല? ബാക്കിയുള്ള മരങ്ങൾ മുഴുവനും കടപുഴകിപ്പോയപ്പോൾ, ഇതിനു മുൻപൊക്കെ ഇതിനകത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കടപുഴകിപ്പോയപ്പോൾ പ്രാവ് ഒരു പച്ച ഒലിവല അതിൻ്റെ ചുണ്ടിൽ കൊണ്ടുവന്ന് പെട്ടകത്തിൽ കയറി. അപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ 128-ാം സംഘത്തിന് ഇത് കൂടെ ചേർത്തപ്പോൾ, മക്കളെ എന്തിനാണ് ഒലിവ് തൈയെക്കുറിച്ച് എടുത്തതെന്ന് ചോദിച്ചാൽ, ഒലിവ് തൈയിൽ എണ്ണയുണ്ട്. ഞാനൊരു ദൂത് പറഞ്ഞ് നിർത്തട്ടെ. ദൈവമാണ് മക്കളെ തന്നെ. പല സ്ഥലത്തും പോകുമ്പോൾ, പണ്ട് മാവേലിക്കര ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കൊച്ച് +2 പഠിക്കുന്ന കുഞ്ഞ് ഓടി വന്നിട്ട് പറയുക, പാസ്റ്റങ്ങളെ, ഗേറ്റ് തുറന്നിട്ട് പറയാം, പാസ്റ്റങ്ങളെ ഞങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ട, അപ്പനും അമ്മയ്ക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇത് തമ്മിൽ ഡെയിലി അടിയാങ്ങളേന്ന്. പാസ്റ്റങ്ങളെ ഡെയിലി അടിയാണ്. ഇത് കണ്ടാൽ പിള്ളേർ വളർന്നു, ഇതും കണ്ടാൽ പിള്ളേർ വളരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഈ വചന പ്രകാരം ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുക. കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. തലമുറകളെ വളരെ ശ്രദ്ധിച്ചോണം. പണ്ട് ഒരു സഹോദരൻ വിവാഹം കഴിച്ചു, ഭാര്യ മരിച്ചു, അതിലൊരു കൊച്ചുണ്ടായിരുന്നു. ഒരു സഹോദരി വിവാഹം കഴിച്ചു, ഭാര്യ മരിച്ചു, അതിലൊരു കൊച്ചുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് കുടുംബജീവിതമല്ലേ, അവർ ചെറുപ്പമല്ലേ, അവർ തകർന്നു പോകാതിരിക്കാൻ, അവർ വഴിവിട്ട ബന്ധം സ്വീകരിക്കാതിരിക്കാൻ അവർ പ്രാർത്ഥിക്കുന്ന ദൈവകൃപയുള്ള രണ്ടുപേരെയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടി. അപ്പോൾ ഇവർ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിൽ 3 പേരും കൂടെ വഴക്കൂടിയപ്പോഴാ സഹോദരി പറയുക, ദേ അങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ കൊച്ചും എൻ്റെ കൊച്ചും കൂടെ നമ്മുടെ കൊച്ചിനെ അടിക്കുന്നു. നോക്കണേ, നിങ്ങളുടെ കൊച്ചും എൻ്റെ കൊച്ചും കൂടി നമ്മുടെ കൊച്ചിനെ അടിക്കുന്നു. വേർതിരിവ്. നിങ്ങളുടെ കൊച്ച്, എൻ്റെ കൊച്ച്, നമ്മുടെ കൊച്ച്. മനസ്സിലാക്കി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ആത്മീയ ചിന്തകളിലേക്ക് വീണ്ടും വരാം. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തിരുവഴുത്തിൽ കൂടെ ചില ആത്മീയ ചിന്തകൾ ദൈവദാസന്മാർക്ക്, കുടുംബാംഗങ്ങൾക്ക്, കർത്തൃഭൃത്യന്മാർക്ക്, മറ്റുള്ളവർക്കും, കർത്താവ് ജാതിമത സംഘടനാ വ്യത്യാസമെന്ന് എല്ലാവർക്കും ഇത് ഒരു അനുഗ്രഹമായി വിടുതലായി തീരട്ടെ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, പട്ടാളം, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ, മത്സ്യം പിടിക്കുവാൻ പോകുന്നവർ, പ്രിയപ്പെട്ടവർ, ജഡ്ജിമാർ, വക്കീലന്മാർ, നീതിന്യായം നടത്തേണ്ടതിന് ഇവർക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നീതിന്യായം നടത്തട്ടെ, പോലീസ് അധികാരികൾ നീതിന്യായം നടത്തട്ടെ, പോലീസുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 29 സംസ്ഥാനത്ത് ഭരിക്കുന്ന മുഖ്യന്മാർക്കായി, അവരുടെ കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നീതിന്യായം നടത്തട്ടെ. രോഗികളായി കഴിയുന്നവർ, ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തൃഭൃത്യന്മാർ, ജയിലിൽ കഴിയുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടഭാരത്തിലായിരിക്കുന്ന പലരുമുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം, കൃപ, കാവൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം മുഴുമുഖത്തോട് അടിയനെ താഴ്ത്തുന്നു. ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ളത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.